നമസ്കാരം. ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയിഡറിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതുപോലെ മനോഹരമായ ആപ്ലിക് വർക്കുകൾ ചെയ്തെടുക്കാം. അതിന് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചില മെഷീൻ സെറ്റിങ്സുകളും ചില ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതിമനോഹരമായിട്ട് ആപ്ലിക് വർക്കുകൾ ചെയ്തെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതാണ് ഡിസൈൻ. ആപ്ലിക്ക് വർക്ക് ചെയ്യാനുള്ള തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ പീസ് തുണി. ആപ്ലിക്ക് ചെയ്യുന്ന തുണിയിലേക്ക് ഞാനത് ട്രേസ് ചെയ്തിട്ടുണ്ട്. അതേ ഡിസൈൻ ഉപയോഗിച്ച് ആപ്ലിക് വർക്ക് ചെയ്യാനുള്ള തുണിയിലും വരച്ചു. തലയും ചിറകുകളും വരച്ചു. ഇതിൽ ബോഡി വരച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിൽ ബോഡി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ട്രേസ് ചെയ്ത വരയോട് ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. വരയോട് ചേർത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ മറ്റ് ഭാഗങ്ങളോട് ചേരുന്ന ഇതിൽ തല ബോഡിയോട് ചേരുന്ന ഭാഗം ഞാൻ കുറച്ച് നീട്ടിയാണ് കട്ട് ചെയ്യുന്നത്. വരയിൽ നിന്നും കുറച്ച് വിട്ടിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം നേരത്തെ ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസുകളെല്ലാം ഡിസൈനിൽ വെച്ച് നോക്കാം. ഇപ്പോൾ ബോഡി വെച്ചു. ഇനി ഇതിൻ്റെ ഹെഡ്, ചിറകുകളും കൂടെ വെക്കാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ മെഷീൻ്റെ ഫീഡ് ഡോഗ് നമുക്ക് തുണി ഏത് വശത്തേക്കും, ഈ വശത്തേക്ക് വേണമെങ്കിൽ ഈ വശത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെ തിരിക്കാൻ പറ്റുന്ന, സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് മാത്രമല്ല വശങ്ങളിലേക്കും പോകുന്ന തരം ഫീഡ് ഡോഗാണ് ഇതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ വശങ്ങളിലേക്ക് തിരിക്കാം. അതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിക്കാവുന്ന. ഇനി അഥവാ പ്രഷർ ഫുട്ടിന് കുറച്ച് പ്രഷർ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് റിലീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്രഷർ ഫുട്ടിൻ്റെ പ്രഷർ ഏറ്റവും കൂടുതലായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രഷർ ഫുട്ടിൻ്റെ ഇത് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം കുറച്ച് പ്രഷർ കുറവായിരിക്കും. അതേപോലെ ഇവിടുന്ന് തുണി നമുക്ക് നീക്കാനും എളുപ്പമായിരിക്കും. കൂടുതൽ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അധികം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് തീരെ പെട്ടെന്ന് തെന്നിപ്പോകും. കുറച്ച് റിലീസ് ചെയ്ത് കൊടുത്താൽ പ്രഷർ ഫുട്ടിൻ്റെ നമുക്ക് സൗകര്യമായിട്ട് ഇങ്ങനെ തിരിക്കാൻ സാധിക്കും. ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫൂട്ടാണ് നമ്മൾക്ക് തയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം അതാണെങ്കിൽ ബോർഡർ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയിഡറിയിലാണെങ്കിൽ ഈ സ്റ്റിച്ചൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ അത് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഉള്ള ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഫൂട്ട് വെച്ച് തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കുന്നത്. ഇപ്പോൾ കൊക്ക് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കാലുകൾ തയ്ക്കാം. ഇനി നമുക്ക് പക്ഷിയുടെ പൂ തയ്ച്ചെടുക്കാം. ഉണ്ടോ, ഈ വശത്തോട്ട് തയ്ച്ചു. ഇനി തിരിച്ച് ഇങ്ങോട്ട് തയ്ക്കാം.
ബോർഡർ നോക്കി നമ്മളിങ്ങനെ തയ്ച്ച് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ബോഡിയാണ് തയ്ക്കുന്നത്. കാരണം ബോഡിയാണ് നമ്മളിവിടെ കുറച്ചധികം ഉള്ളിലേക്ക് നീട്ടി വെച്ചത്. അതുകൊണ്ട് ആദ്യം ബോഡി റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്താൽ ഇത് നമ്മൾക്ക് ആദ്യം കൈത്തുന്നലായിട്ട് നൂല് ഓടിച്ചതിന് ശേഷം തയ്ക്കാം. ശരിക്കും തയ്ച്ച ഒട്ടും ശീലമില്ലാത്തവർ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് തയ്ച്ചതിന് ശേഷം ഈ മെഷീനിൽ ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഡയറക്റ്റാണ് ചെയ്യുന്നത്. ലെങ്ത് നമുക്ക് 0ക്കും 1നും ഇടയ്ക്ക് സെലക്ട് ചെയ്യാം. സെലക്ടർ എ തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് സെലക്ടർ നമ്മൾ എ സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾക്ക് ഇവിടെ കിട്ടും. ടെൻഷൻ 2. ഇത്രയുമാണ് മെഷീൻ സെറ്റിങ്സ് വരുന്നത്. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ ബോർഡർ തയ്ച്ച് ഉറപ്പിക്കാം. നമ്മൾ ആ ബോർഡർ കാണുന്നിടത്തൂടെ തന്നെ വേണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ബോർഡർ തയ്ച്ചുറപ്പിക്കാൻ. സാവധാനം തയ്ച്ചുറപ്പിക്കണം. മെഷീൻ സെറ്റിങ്സ് നമ്മൾ 1നും 0ക്കും ഇടയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് സ്റ്റിച്ച് വളരെ ചെറുതായി പോകുന്നതുകൊണ്ട് നമുക്ക് തയ്ച്ച് തീർക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ളതല്ല. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടുതലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ട് വരും. ഫീഡോഗ് ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് അകലങ്ങളിൽ സ്റ്റിച്ച് വന്നോളൂ. ഇനി നമുക്ക് ഹെഡ് വെക്കാം. ചിറകും കൂടി അങ്ങ് വെക്കാം. റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു. സിക്സാഗിലേക്ക് മാറ്റാം.
തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാവധാനം ഹൂപ്പ് തിരിച്ചു കൊടുത്താൽ മതി. ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് തിരിവുകൾ വരുമ്പോൾ പതുക്കെ ഹൂപ്പ് നമ്മൾ കൈകൊണ്ട് ചരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ശരിയായ വഴിയിലൂടെ കടന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലൂടെ തയ്ക്കാം. അങ്ങനെയാകുമ്പോൾ ബോർഡർ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഹാൻഡ് മോഷൻ എംബ്രോയിഡറി പരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ആപ്ലിക്ക് വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. വീഡിയോ കണ്ടതിന് നന്ദി.
വീണ്ടും കടന്നു വരുന്നവരേക്കും നമസ്കാരം.